ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എപ്പോഴും മേക്ക് ഓവർ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ചെയ്തുകൂടെ, ഗെറ്റ് റെഡി ചെയ്തുകൂടെ എന്നൊക്കെ. പലപ്പോഴും പറ്റാറില്ല. കാരണം ഞാൻ വളരെ പ്ലാൻഡായിട്ടല്ല ചിലപ്പോൾ മേക്ക് ഓവർ വീഡിയോ ചെയ്യാറുള്ളത്. പെട്ടെന്ന് തോന്നുന്ന ഐഡിയയിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ മേക്ക് ഓവർ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, ഗാലറിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചിട്ട് അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ കാന്താര മൂവീൻ്റെ മേക്ക് ഓവർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അത് ബിഹൈൻഡ് ദ സീൻ എടുക്കണം, ഗെറ്റ് റെഡി എടുക്കണം എന്നൊക്കെ. പക്ഷേ സമയമില്ല. കാരണം പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബിഹൈൻഡ് ദ സീനും കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം ശരിയാവില്ല. ഇതന്നെ ഇന്നലെ ഞാൻ അത് വിചാരിച്ച പോലെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. റെഡിയായി വന്നപ്പോൾ തന്നെ കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ക്യാമറയുടെ മുന്നിൽ ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നുമല്ല ഞാൻ എടുത്തു വെച്ചത്. വളരെ കുറച്ച് പരിമിത സമയത്തിനുള്ളിൽ അത് തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ മിക്കവാറും മേക്ക് ഓവർ വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഉയരെ മൂവിയിൽ ആസിഡ് അറ്റാക്ക് വന്ന ഫേസിൻ്റെ ഒരു മേക്ക് ഓവർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പല വീഡിയോസിലും പല റീൽസിലും ആ ഒരു സമയത്ത്, ആ മൂവി ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഗോതമ്പ് മാവ് വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, പഴം സ്മാഷ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് നമ്മുടെ ടിഷ്യൂ പേപ്പറല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ്. ആദ്യത്തെ തവണ ഞാനത് ചെയ്തപ്പോൾ അത് സക്സസ് ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോയിലും അത് സക്സസ് അല്ല. കാരണം അതിങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. കാരണം ഞാൻ ചെയ്തൊരു അബദ്ധം കൊണ്ട് അത് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. ഫുള്ളി ഫ്ലോപ്പല്ല, എന്നാലും ഒരു 15 സെക്കൻഡ്സ്, ഒരു 20 സെക്കൻഡ്സ് ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി, കുറേ സമയത്തേക്ക് അത് നിൽക്കത്തില്ല, കുറച്ച് നേരത്തേക്ക് അത് സക്സസ് ആണ്. അപ്പോൾ ഫുള്ളി ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഫസ്റ്റ് ടൈം ശ്രമിച്ച സമയത്ത് അത് കുറച്ചൊരു ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. ഒരു ഹൊറർ മേക്കപ്പാണ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആ ഒരു മേക്കപ്പ് കണ്ടിട്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു നോർത്ത് ഇന്ത്യൻ റീലിലാണ് അവരെങ്ങനെയാണ് ആ മേക്കപ്പ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. നോർമൽ ടിഷ്യൂ പേപ്പേഴ്സ് മതി ഇതിന്. അത് ചെറിയ പീസസായിട്ട് കീറിയെടുക്കണം. ചെറിയ പീസസായിട്ട് കീറിയെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം വേണം. അത്ര തന്നെ എത്ര വെള്ളമാണോ എടുക്കുന്നത് അതേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഗമ്മ്, അതായത് ഫെവിക്കോൾ. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫെവിക്കോൾ, എനിക്ക് മുഖത്ത് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഫെവിക്കോൾ കുറച്ച് ഇട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളത്തിലേക്ക്. പക്ഷേ വെള്ളവും ഫെവിക്കോളും ഈക്വൽ എമൗണ്ടിലാണെങ്കിലാണ് അത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഫ്ലോപ്പായി പോയി എന്നുള്ളത്. കാരണം ഞാൻ വെള്ളം കൂടിപ്പോയത് കൊണ്ട് തന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖത്തുനിന്ന് അടർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഫെവിക്കോളും വെള്ളവും ഈക്വൽ എമൗണ്ടിലാണെങ്കിൽ അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ ഫേസിൽ നിൽക്കും. അത് ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്ത് കളയാനും പറ്റും കേട്ടോ. അതങ്ങനെ ഫേസിൽ പാച്ചായിട്ടിരിക്കുകയോ ഒന്നുമില്ല. പിന്നെ മുഖത്ത് രോമമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വേദനിക്കും. എന്നാലും നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടുന്ന പോലെ തന്നെയുള്ള ആ ഒരു പെയിനൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് വലിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റും, വേഗം തന്നെ കളയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫേസിൽ എന്തെങ്കിലും റിയാക്ഷൻ വരുമോ എന്നുള്ള പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. കണ്ണിനൊരു അടഞ്ഞ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് കണ്ണൊന്ന് വലിച്ച് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫുള്ളായിട്ട് പേപ്പർ ഒരു സൈഡ് മൊത്തം ഒട്ടിച്ച് കൊടുത്തത്. അതിനുശേഷം ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ആ വൈറ്റ് പാച്ചസൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈവൻ ടോണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സെയിം സ്കിൻ കളറിലെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഡ് ഐ ഷാഡോ വെച്ചിട്ട്, റെഡല്ല, ഒരു പിങ്കിഷ് ഐ ഷാഡോ വെച്ചിട്ടൊരു ബേൺഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ആ ലൈൻസിൽ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് പെയിൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്.
റെഡ് കളറും പിന്നെ ഓറഞ്ച് കളറും നമ്മൾ ഇങ്ങനെ ബേൺഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പൊള്ളി ഇങ്ങനെ അടർന്നു പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഫാബ്രിക് പെയിൻറ്റും ഒരു വാട്ടറി എഫക്റ്റ് ആണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വന്നപ്പോഴാണ് അത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗമ്മ് കുറഞ്ഞു പോയത് കൊണ്ട് അതെൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ അടന്നു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഫ്ലോപ്പായി പോയത് ഞാൻ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ അത് ഗമ്മ് വെച്ചിട്ടാണ്, ഗമ്മ് ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. ഞാൻ സെക്കൻഡ് ടൈം ചെയ്തപ്പോഴത്തേക്കും അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അതൊക്കെ ഒന്ന് അടർന്നു പോയത് ഞാൻ ഒന്നും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, ഗമ്മ് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്താലും, അതായത് ഫാബ്രിക് പെയിൻറ്റ് വെച്ച് അപ്ലൈ ചെയ്താലും അതിങ്ങോട്ട് പറഞ്ഞു പോരില്ല. നമുക്ക് അതിങ്ങനെ ഉരച്ചാൽ മാത്രമേ അത് അടർന്നു പോരുള്ളൂ, പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആ മുഖത്തിൻ്റെ വായിൻ്റെ ഭാഗത്ത്, കാരണം ഞാൻ ലിപ്പ് മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് വായിൻ്റെ ഭാഗത്തുള്ള ആ ഒരു പോർഷനിൽ അടർന്ന് പോരുന്നുണ്ടായിരുന്നു. അത്രയും സമയം അത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ ഒരു വാട്ടറി എഫക്റ്റും കൂടെ വന്നപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഇളകി പോരുന്നുണ്ടായിരുന്നു. ഇതാണ് എന്റെ റിയാലിറ്റി. ജീവിതകാലം മുഴുവൻ ഈ മുഖം ഒളിപ്പിക്കണം. വീടിനും വീട്ടുകാർക്കും ഞാനൊരു ഭാരമല്ലെന്ന് ഓരോ മിനിറ്റും സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ കേൾക്കുമ്പോൾ പലരോടും പലപ്പോഴായി വിശാല് പറയാറുള്ള സ്ഥിരം വാചകമായിട്ട് എന്നെ തള്ളിക്കളയരുത്. ഞാൻ പറയുന്ന എല്ലാം തമാശയല്ല. വിശാൽ, ഞാനിപ്പോൾ ലൈഫിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഒരാൾ വിശാലാണ്. കാരണം ഞാനിപ്പോൾ ലൈഫിൽ മിസ് ചെയ്യുന്നത് നല്ല സൗഹൃദങ്ങളാണ്. അതെനിക്ക് വിശാലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഇനിയും വേണം. ഒരു കണ്ടീഷനും ഒരു നിർബന്ധവും ഒരു കരാറും ഇല്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. അതിനെ നമുക്ക് വേറെ എങ്ങോട്ടേക്കും വഴിതിരിച്ചു വിടണ്ട. ലെറ്റ്സ് ബി ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്.